ഹലോ ഗായ്സ്. അപ്പൊ നമ്മള് പുതിയൊരു ചലഞ്ച് അല്ല, ഒരു എന്താ പറയാ ചലഞ്ച് ചലഞ്ചിന്റെ പണി. അപ്പൊ നമ്മൾ ഇതിന്റെ 16 മണി അപ്പൊ നമ്മള് ചെയ്യുന്നത് ഹൂ നോസ് മീ ബെറ്റർ, അതായത് ഇവര് രണ്ടുപേരിൽ ആർക്കാണ് എന്നെ കൂടുതൽ അറിയാവുന്നത്. എന്റെ ഒരു ഇതില് രണ്ടുപേരും ഒന്നും പറയാൻ പോണില്ല. ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോ ഇവർക്കിത് ഓരോ പേപ്പർ വീതം കൊടുക്കുന്നുണ്ട്. പിടിച്ചോ. ഓരോ പെന്നും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് ഇതിൽ ഇവര് എഴുതണം, ആൻസർ ചെയ്യണം. ഓക്കെ, ഇവര് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ആൻസർ പറയും. എന്നിട്ട് ഇവര് എഴുതിയത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പണി ഇങ്ങനെ പിന്നാലെ വന്നോണ്ടിരിക്കും. ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. എനിക്ക് ചിലപ്പോ ചില ഉത്തരം പറയാൻ പറ്റൂല. ചില ഉത്തരല്ലോ എന്റെ കൂടെ ഇത്ര നാളും ഉണ്ടായിരുന്നെങ്കിലും ചിലത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ക്ഷമിച്ചളയണം. ചിലതല്ലോ ഒന്നും പറയൂല. നമുക്ക് ഈ ഗെയിം വേണോ? സംഭവം ഇക്കാക്കെ ഞാൻ തമ്മില് കുറച്ച് ഏജിന്റെ വ്യത്യാസം ഉണ്ട്. ഞാനും തമ്മില് 1 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പിന്നെയും കുറച്ചും കൂടെ അറിയാന്നുണ്ടെങ്കിൽ ഇവനിക്കായിരിക്കും എന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അറിയാവുന്ന. ഇവൻ ഇതില് എല്ലാം പൊട്ടത്തെറ്റാണ് പറയുന്നുണ്ടെങ്കിൽ ഇവനിക്ക് ഞാൻ 8ന്റെ പണി കൊടുക്കും ഗായ്സ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എക്സൈറ്റഡ് ആണോ? ആണോ? പിന്നെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അമിഗോസ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോണ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ ഗൈസ്? ശരിയാ, ഞാൻ ബാക്കി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് കളർ. മൈ ഫേവറേറ്റ് കളർ. എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ പറയട്ടെ. എഴുതിയാ ഫിക്രു? എഴുതിയാ ചാച്ചു? എഴുതിയാ? ഓക്കെ, അപ്പൊ ഞാൻ ക്ഷമിക്കാം. അപ്പൊ എന്റെ ഫേവറേറ്റ് കളർ കഴിഞ്ഞ പറഞ്ഞോട്ടെ ആൻസർ. ഓക്കെ, അപ്പൊ എന്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഓറഞ്ച്. എവിടെ നോക്കട്ടെ? റെഡ്. ഇപ്പൊ മാറിയിട്ടുണ്ടാവും. വയലറ്റ് ഗൈസ്. ഇത് രണ്ടും അല്ല. അപ്പൊ നമ്മള് തെറ്റുത്തരം പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചത്. കൈയൊക്കെ മാറ്റി ബലം പിടിക്കരുത്. അവസരങ്ങളുണ്ട്. ആയിട്ടുണ്ടല്ലേ? ശരിക്കും ആയിട്ടില്ലാന്ന് മതി. സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ നമ്മളെ നെക്സ്റ്റ് പെങ്ങളല്ലെങ്കിൽ എന്ത് ചെയ്യാനാ? കണ്ണിപ്പോയാ? സോറി ഗൈസ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് രണ്ടിരിക്കും 0 കേട്ടാ. ഇതില് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നവരാണ് വിജയിക്കണത്. അവർക്കാണ് എന്നെ കൂടുതൽ അറിയാൻ പറ്റണത്. മിക്കവാറും അപ്പൊ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. മിണ്ടരുത്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമാരും മിണ്ടരുത്. ഓക്കെ, എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് എനിക്ക് ഇടുക്കിയില് ഒരു ഫ്രണ്ട് ഉണ്ട്, ഗേൾ ആണ്. ആളുടെ നെയിം എഴുത്. നെയിം പിന്നെ നിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ നെയിം എനിക്ക് അറിയൂടെ? ഇക്കാക്കാന്റെ ഫ്രണ്ട്സിന്റെ നെയിം എനിക്ക് അറിയാം. എന്റെ ഫ്രണ്ട്സിന്റെ നെയിം നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ ഓഫീസിൽ പഠിച്ചതാണ്. ആളിപ്പോ ഓഫീസിലില്ല, ഇടുക്കിയിലാണ് അവളുടെ വീട്. അവളുടെ പേര് അവൾ എനിക്കറിയായിരുന്നു. പേരറിയാമെങ്കിൽ എഴുത്. നിങ്ങളെ ഒച്ചയുമ്പോഴൊന്നും ഉണ്ടാക്കാണ്ട് എഴുതിയിട്ട് ബാക്കി പറഞ്ഞാ മതി. അവള് വീട്ടിൽ വിളിച്ചത്
അവളെ ഒറ്റ പേരുള്ളു അത് എഴുതും. ഞാൻ എണ്ണ 10 വരെ എണ്ണ 1 2 3 ആലോചിക്കുന്ന സമയത്ത് ഒരു നിങ്ങൾ എന്താണ് ഇതൊക്കെ ഇങ്ങനെയൊന്നല്ല ഊനോസ്മി ബെറ്റർ ഒരാൾ കൈ വെക്കിട്ടൊക്കെ ആൻസർ പറയണത്. ഇത് എന്താണ് ടൈം വന്നിട്ട് പോലും എഴുതണില്ല. നാക്കിയത് ഉമ്മത്തുണ്ടെങ്കിൽ അവിടെ പേപ്പറിൽ എഴുതും. 1 2 3 4 5 ഓക്കെ ഗൈസ്. എന്റെ കൂട്ടുകാരത്തിന്റെ പേര് അതന്നെ എനിക്കറിയാളാ പക്ഷെ കണ്ണവള് കൂട്ടുകാരത്തിന്റെ പേര് ജിസ്നാന്നാണ്. ഇക്കുറ ഇതൊക്കെ അറിയാം. ജിസ്നാദിക്കാക്കന്നെ പറഞ്ഞത്. നീ അത് കേട്ട് എഴുതാൻ വേണ്ടി പോയി. അപ്പൊ ഇക്കാക്ക് ഒരു പോയിന്റ് എനിക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ പേര് ശരിക്കും അറിയാവുന്നത്. ബലം പിടിക്കരുത്. നെക്സ്റ്റ് ടൈം എനിക്ക് ദേഷ്യം വരും. ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതില് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ഇതുണ്ട് കേട്ടാ. അതായത് പേപ്പറിലാണ് ഇതുണ്ട വാതുറന്ന് മിണ്ടരുത് കേട്ടല്ലോ. എന്റെ തനി സ്വഭാവം അറിയും. ഓക്കെ കാക്കാനോടാണ്. അടുത്തത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ പേരും എന്റെ ഡെസിഗ്നേഷനും. രണ്ടും വേണം. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ പേരും എന്റെ ഡെസിഗ്നേഷൻ. ഞാൻ അവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്യണത് അതൊക്കെ നിങ്ങൾ അറിയണം. ഞാൻ 2 വർഷം കഴിഞ്ഞ അവിടെ വർക്ക് ചെയ്യണത്. അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാം. അറ്റ്ലീസ്റ്റ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. പ്രൊമോഷൻ കിട്ടിയപ്പോ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ നോക്കാം. നിങ്ങൾ എഴുതി. ഞാൻ 5 വരെ എണ്ണൂട്ടാ എഴുതിക്കോ മര്യാദക്ക്. ഞാൻ മാതർന്നോളാം. നിങ്ങൾ ഡയലോഗ് അടിക്കേണ്ട പേര് എഴുതി. ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഇത്തിരി ഇത് തരാം. എന്താ പറയാ ഇളവ് തരാം. അറ്റ്ലീസ്റ്റ് ഓഫീസിന്റെ പേര് എഴുതിയാല് അറിയാന്ന്. ഓക്കെ ഓഫീസിന്റെ പേരെങ്കിലും എഴുതിയാൽ ഞാൻ V4 എഴുതും. ഓക്കെ ഞാൻ എണ്ണാൻ വേണ്ട. 1 2 3 4 5 കഴിഞ്ഞു. ഓക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ പേര് GNF അതായത് ഗ്ലോബൽ നഴ്സ് ഫോഴ്സ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയർ റിക്രൂട്ടർ ആയിട്ടാണ് കേട്ടാ. ഇവൻ എന്താണ് ഇതേക്കട ഓഫീസ് റിക്രൂട്ട്മെന്റ് എല്ലാ ഓഫീസാണല്ലോ. ഞാൻ വിചാരിച്ചത് ഇവൻ പൊട്ടു അല്ലെങ്കിൽ ഇവൻ ജയിക്കും. നിന്നെ അറിയാവുന്ന എനിക്കാണ്. അല്ല കറക്റ്റ് ആയിട്ട് നോക്കിക്കേ. ഗ്ലോബൽ നഴ്സ് ഫോഴ്സ് ബ്രാക്കറ്റിൽ GNF എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടാ അത് വേണ്ട. ഞാൻ പറഞ്ഞു നീ എന്താ ഓഫീസ് റിക്രൂട്ട്മെന്റ് എന്തൊരു ബാബാ ബലം പിടിക്കരുത്. ഓക്കെ അപ്പൊ ഇക്കാക്ക് ഒരു സൈലൻസ് കിട്ടും ചാച്ചു. ഓക്കെ അപ്പൊ ഞാനിപ്പോ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ ഇനിയിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ജനിച്ച ദിവസമല്ല ഞാൻ ജനിച്ച അതായത് രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ രാത്രി അതിൽ ഏത് ടൈമിലാണ് ഞാൻ ജനിച്ചത്. എനിക്കറിയാവുന്നത് ഞാനാണ് നിന്റെ പ്രസവത്തിന് അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് കാഴ്ച പറയുന്നത് എന്റെ കയ്യിലേക്കാണ് വന്നത്. രാവിലെ 5 മണിക്ക് നിങ്ങൾ മിണ്ടരുത്. പേപ്പറിൽ എഴുതിയാ മതി. ഞാൻ എത്ര പ്രാവശ്യം പറയണ. ഞാൻ റദ്ദാക്കൂട്ടാ ഈ ക്വസ്റ്റ്യന്. എനിക്ക് ദേഷ്യമാനുണ്ട്. ഞാൻ 5 വരെ എണ്ണു. 1 കർത്തമാവായിരുന്നു വെളുത്തവാവ്. 1 2 ഞാൻ ചോദിച്ചത് ടൈമല്ല. രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ രാത്രി ടൈം എനിക്ക് വേണ്ട. ഓക്കെ അപ്പൊ 1 2 3 4 5 കഴിഞ്ഞു. ഞാൻ ജനിച്ചത്
രാവിലെയാണ് ഗൈസ്. രാവിലെ ഇവര് എഴുതിയിട്ടുണ്ട് മോർണിംഗ് വൈകുന്നേരം ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ചോദിക്കട്ടെ? 2 പോയിന്റ് ആയിട്ടാ. 2, 1. എന്റെ 10th മാർക്ക്, അതായത് എത്ര A+, എത്ര B+, അത് കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ. 1 2 3 4 5. ഓക്കെ. എനിക്ക് 10th 5 A+, 5 A ആയിരുന്നു. നോക്കട്ടെ. ഓക്കെ ഗൈസ്, കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ. 5 A+, 5 ഫോട്ടോ അവിടെ വന്നില്ലേ? അതിന് 95% എനിക്ക് +1 ഫുൾ A+ ആയിരുന്നു ഗൈസ്. എടാ നീ മുട്ടട്ടെ. ചാച്ചുക്ക് തുമ്മല്ല അസുഖം ഉണ്ടാവുന്നോണ്ട് നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊടി കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാം. എന്റെ ഫോൺ നമ്പർ എഴുതു. എന്റെ ഫോൺ നമ്പർ എഴുതു. മൊബൈൽ നമ്പർ എഴുതു. കഴിഞ്ഞോ? പെങ്ങളാണ് പോലും, പെങ്ങളുടെ ഫോൺ നമ്പർ പോലും അറിയാത്ത ആങ്ങളമാര്. ചോയ്ക്ക്. പറയട്ടെ 8089343331 8891639343. എനിക്കറിയാം. അപ്പൊ ഗൈസ് മനസ്സിലായല്ലോ? മാമനോട് തോന്നണം. അറിയില്ല ചാച്ച, അറിയില്ല. 2 പ്രാവശ്യം മുക്കൂ ഞാൻ കേട്ടാ കളിച്ചാലിഞ്ഞ്. തെറ്റാണ് ചാച്ചു, തെറ്റാണ്. അവിടെ ചേക്ക് ബാ. 96 ബാ തെറ്റാണ്. ബാ നമ്പർ ഞാനിവിടെ തൽക്കാലം പറയുന്നില്ല ഗൈസ്. ഐ എം സോറി ഗൈസ്. നിങ്ങൾക്ക് എന്റെ നമ്പർ ഞാൻ അങ്ങനെ തരില്ല. ഇൻ കേസ് പെട്ടെന്ന് ഫോണ് പോയി, ഇവർക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് എന്നെ വിളിക്കണം, ഇവരെന്ത് ചെയ്യും? നമ്പർ ഞാൻ പഠിച്ചു വെച്ചാൽ അത്രയെങ്കിലും ആത്മാർത്ഥത നിങ്ങൾക്ക് കാണിച്ചുകൂടി. എനിക്ക് അത്ര പെട്ടാ വിളിക്കാനുണ്ടല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ, എനിക്ക് സ്നേഹമുള്ളവരുടെ നമ്പർ ഞാനൊക്കെ ഇങ്ങനെ എല്ലാം മറന്നു അല്ലേ? സോറി, ഓർത്തുക്കോ ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിപ്പോ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഗൈസ്. എന്റെ ഷൂ സൈസ് ഗൈസ് എഴുതു. പെണ്ണുങ്ങളുടെ സൈസ് വ്യത്യാസം ഉണ്ടാകും. പെണ്ണുങ്ങളുടെ സൈസ് അത് എനിക്കറിയില്ല. എന്റെ സൈസ് ഞാൻ ചോദിച്ചു. എഴുതു. രണ്ട് ഡൗട്ട് ഉണ്ട്. 2 ഡൗട്ട് ഓപ്ഷൻ ഒന്നുമില്ല. എഴുതു. ഞാൻ 5 എണ്ണ എഴുതിക്കോ. 1 2 3 4 5 and time out guys. time out എഴുതിയില്ലേ? ഓക്കെ. എന്റെ ഷൂസിന്റെ സൈസ് 7. അറിയാമോ? 7ാമത്തെ ചോദ്യം ഏഴായിരിക്കും എനിക്കറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതില് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ആയിട്ടാ. അപ്പൊ നമ്മള് 8ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ആർ യു എക്സൈറ്റഡ് ഫിക്ർ? ഓക്കെ. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ അറിയുന്നത്, എനിക്കൊരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പൊ നമ്മള് പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കളിക്കൂല, അതുപോലെ ഞാനൊരു സാധനം കളിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പെട്ടെന്ന് റെഡിയാക്കും ഗൈസ്. ഞാനത് ഇത്ര ഞാൻ പറയുള്ളൂ. ടോയ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ സമയം വെച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോണ 1 2 3 4 5 and time out. ഓക്കെ. അടിപൊളി. എന്റെ ഫേവറേറ്റ് ടോയ് എന്നൊക്കെ ഞാൻ പറയില്ല, സോൾവ് എന്നൊക്കെ പറഞ്ഞത് റുബിക്സ് ക്യൂബ് ആണ്. ഓക്കെ. വെണ്ണീല ചന്ദനൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്ന ഡോള് കളിക്കണ സ്ഥലം. ശരിയാ.
എക്സാമ്പിൾ വരെ പറഞ്ഞ് ഞാനത് റെഡിയാക്കും എന്നുള്ളത് പറഞ്ഞ പിക്കാക്ക് പോയിന്റ്സ് കിട്ടിയിരിക്കാണ് കേട്ടോ. മുക്കി എടുക്കാൻ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവന് മുക്കില്ല. അയ്യോ ഓർമ്മിച്ചാ. ഓക്കെ 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 ഗൈസ്, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ വേണ്ടി പോയാണ്. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എന്റെ വണ്ടിയുടെ നമ്പർ. അയ്യോ അത് വേണ്ട, എനിക്ക് നമ്പർ മറ്റേ നമ്പർ മതി. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കാൻ പോണേ. KL43 കഴിഞ്ഞിട്ടുള്ള നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ എണ്ണാൻ വേണ്ടി പോണേ 1 2 3 4 5. എന്റെ 5909 ആണ് എന്റെ ഇവനാണ് എപ്പോഴും എന്റെ വണ്ടി ഓടിച്ചു നടക്കണം. അറ്റ്ലീസ്റ്റ് ആ നമ്പറെങ്കിലും കാര്യമില്ല. ട്രാഫിക് റൂ വിചാരിച്ചോലെ പരിപാടി. ഇതപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഇതിപ്പോ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ആണ്. ഈ വീഡിയോ വന്നിട്ട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മ ഇതിന്റെ ബാക്കിയൊക്കെ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോയിൽ ഇവളായിരിക്കും എന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അത് 8ന്റെ ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ആഡ് ഓൺ ചെയ്യാം, പക്ഷെ എന്റെ ഇതിൽ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് എന്ന് പറയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈ ഫേവറിറ്റ് അഡ്വെഞ്ചർ. ഞാൻ ചെയ്തിരിക്കുന്ന അഡ്വെഞ്ചർ, പിന്നെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഡ്വെഞ്ചർ. ഞാനത് ചെയ്തു, അതിന്റെ പേര് എഴുതാം. പിന്നെ ഇനി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു സംഭവം ഉണ്ട്, അതിന്റെ പേര് എഴുതാം. ചെയ്ത സംഭവം ചെയ്തതും എഴുതണം, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എഴുതണം. രണ്ടും എഴുതണം. ചെയ്തത് എഴുതണം. ഓക്കെ ഓക്കെ വിടും. ഓക്കെ, അപ്പൊ ഞാൻ എണ്ണാൻ വേണ്ടി പോണ 1 2 3 4 5. ഓക്കെ, ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുമിച്ച് അറിയാം. നമുക്ക് പറയാം, ഒരുമിച്ച് സ്കൈ ഡൈവ് ആണ് ഞാൻ ചെയ്തത് ഗൈസ്. യെസ്, എവിടെ അത് രണ്ടുപേരും ഇവർ എഴുതിയിട്ടുണ്ട് ഗൈസ്. ട്രാവൽ അവൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് പാരാഗ്ലൈഡിംഗ് ആണ് ഗൈസ്. എനിക്ക് അത് ഇവർക്ക് അറിയാൻ ചാൻസ് ഇല്ല, പക്ഷെ എനിക്കറിയാം. എനിക്ക് ഫസ്റ്റ് ആഗ്രഹം അതായിരുന്നു. പിന്നീടാണ് ഏറ്റവും വല്ല അത്യാവശ്യം അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും ഇവരത് എഴുതിയിട്ടുണ്ട്. അപ്പൊ മറ്റേ പാടിക്കാം, മറ്റേ അയ്യോ പാട്ട് മാറിപ്പോയി ഗൈസ്, പാട്ട് മാറിപ്പോയി. കൊമ്പിലേ എന്നും ആ പാട്ടായിരുന്നു. ഇതിലിപ്പോ എന്തായാലും ഇവര് ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മാർക്സ് നോക്കാട്ടോ. ഇതില് തോറ്റു തുന്നമ്പാടി 3 മാർക്കോട് കൂടെ തോറ്റിരിക്കുന്നത് മിസ്റ്റർ ഫിക്രു ആണ്. ബട്ട് 5 മാർക്കോട് കൂടെ ജയിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചത് നേരെ തിരിച്ചായിരിക്കും, കാരണം നമ്മൾ ഒരു വയസ്സിന് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് സൂപ്പർ ദൂരത്ത് നിന്നാലും എന്നെ നല്ലൊരു വീക്ഷിക്കണ്ടെന്ന് എനിക്ക് ഇനി ശ്രദ്ധിക്കണം എനിക്കൊന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലവ് യു ഗൈസ്. അപ്പൊ നമ്മള് ഒന്നാണ് വീഡിയോസ് കാണുന്നവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക.